കൂടാതെ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ? ഞാൻ കുറ്റവാളിയാണെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇതെന്ത് ന്യായം? ഇത് മകിഴ്മതിയുടെ രാജനീതി. നീ തെറ്റുകാരിയല്ലെന്ന് തെളിയും വരെ നീ കുറ്റവാളിയാണ്. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്കുക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. മാനം കെട്ട ഈ രാജ്യത്തിന് മകിഴ്മതി എന്ന് പേര്. ദേവസേനെ, ഈ മഹോന്നത സാമ്രാജ്യത്തെ പറ്റി ഇനി ഒരു വാക്കെങ്കിലും തെറ്റായി സംസാരിച്ചാൽ ൾക്ക് മുകളിൽ മല പോലുള്ള ശില്പങ്ങൾ നിരത്തിയതുകൊണ്ടായില്ല. വിശാലമായ പ്രജാ മനസ്സുകളുടെ സ്പന്ദനം അറിയണം. ഇവിടെ ആർക്കും ആ വിവേകവുമില്ല, മഹത്വവുമില്ല. മാനക്കേട്. കേട്ടില്ലേ മഹാരാജ? അങ്ങയുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ അഭാവത്തിൽ എങ്ങനെയെല്ലാം സംസാരിച്ചിരിക്കുമെന്ന് ആലോചിക്കും മഹാരാജൻ. ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. നീ പറഞ്ഞതുപോലെ സേതുപതി കുറ്റവാളി ആയിരിക്കാം. അത് ചോദ്യം ചെയ്യേണ്ടതാര്, ശിക്ഷ വിധിക്കേണ്ടതാര്? നീയാണോ രാജാവാണോ, അതോ നീ തന്നെ സ്വയം രാജാവെന്ന് ധരിച്ചിരിക്കുകയാണോ? അന്ന് വളകാപ്പിന് നിന്റെ ഭാര്യ നീ രാജാവാകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനാൽ ഇവിടെ അവൾക്ക് വേണ്ടി രാജാവാകാൻ പദ്ധതിയിടുകയാണോ? മകിഴ്മതിയിൽ ഭരണപ്പിഴവുണ്ടെന്ന് ആരോപിക്കുന്നു. നൂറ്റാണ്ടുകളായി എഴുതിയ പുണ്യനീതിയിൽ പിഴവുണ്ടെന്ന് അവൾ വായെടുത്ത് പറഞ്ഞത് നീ വാളുകൊണ്ട് പ്രവർത്തിച്ചു കാണിച്ചു. നിങ്ങൾ രണ്ടുപേരും ചെയ്തത് രാജ്യദ്രോഹം. മന്ത്രിയാരെ, ഇവർ ചെയ്ത കുറ്റത്തിന് എന്താണ് ശിക്ഷ?